സ്നേഹപൂർവ്വം പനകലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ച നമുക്കിവിടെ വളരെയധികം കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കത്തിന് ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ബഹുമാനപ്പെട്ട പനകലച്ചൻ മറുപടി നൽകുന്നതാണ്. അച്ഛാ, സ്നേഹപൂർവ്വം പനകലച്ചൻ എന്ന പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത്തവണ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന കത്ത് ഒരു സഹോദരി അയച്ചിരിക്കുന്നതാണ്. സഹോദരിയുടെ പേരും ഭർത്താവിൻ്റെയും മകൻ്റെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിക്കുന്നില്ല. എൻ്റെ പേര്, ഞാൻ ഈ കത്തെഴുതുന്നത് ഒരു മഠത്തിൽ നിന്നാണ്. 2018 മെയ് 20 ഞാൻ ചെയ്ത ഒരു പാപത്തിൻ്റെ പേരിൽ വീട് വിട്ട് ഇറങ്ങി മഠത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഭർത്താവ് 20 വയസ്സുള്ള മകനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണ്. എൻ്റെ അയൽവക്കത്തുള്ള ഒരാളുമായി ഞാൻ അടുപ്പത്തിലാകുകയും പാപത്തിൽ വീണു പോവുകയും ചെയ്തു. ഇയാളുമായി അടുക്കുവാൻ കാരണം എൻ്റെ മൊബൈൽ ഫോണാണ്. ഇക്കാര്യം എൻ്റെ ഭർത്താവും മകനും അറിഞ്ഞു. ഭർത്താവ് എന്നോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. എൻ്റെ വീട്ടുകാർ എന്നെ ഒരു മഠത്തിൽ ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും വിവരങ്ങൾ ഒന്നും ഇപ്പോൾ എനിക്ക് അറിയില്ല. അവരെ കാണാനും ഒന്നിച്ചു ജീവിക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ എന്നെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഞാൻ ഇന്ന് ഒരു പുതിയ വ്യക്തിയായി തീർന്നിരിക്കുകയാണ്. ഇന്ന് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് യേശുവിലുള്ള വിശ്വാസമാണ്. അച്ഛൻ എൻ്റെ ഭർത്താവിനോടും മകനോടും സംസാരിക്കണം. അവർ താമസിക്കുന്ന സ്ഥലം ഇവിടെ പറയുന്നില്ല, ഇന്ന സ്ഥലത്താണ്. ഭർത്താവിന് ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി. കോളേജിൽ എൻ്റെ മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അച്ഛാ, എന്നെ ഉപേക്ഷിക്കില്ലേ? അത്രമേൽ തകർന്നാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഉറക്കമില്ല. ഇപ്പോൾ ഞാൻ രോഗാവസ്ഥയിലാണ്. അലർജി, ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന രോഗം, രക്തപരിശോധനയിൽ ബ്ലഡിൽ കൗണ്ട് കൂടുതലാണെന്ന് അവർ പറയുന്നു. മാത്രവുമല്ല, എനിക്ക് രക്തക്കുറവ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഇടപെടുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ കത്ത് അയക്കുന്നത്. നിർത്തട്ടെ. പിന്നെ ഭർത്താവിൻ്റെ മകൻ്റെയും കോൺവെൻറ്റിൻ്റെയും ഫോൺ നമ്പരും തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കേട്ട ഈ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും പിള്ളേരും ഉള്ളൊരു കുടുംബം. ഭാര്യ ഒരു ദുർബല നിമിഷത്തിൽ അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഫോൺ സംസാരം ആരംഭിക്കുകയും തെറ്റായ ബന്ധത്തിലേക്ക് അത് നയിക്കുകയും അത് പിന്നീട് ഭർത്താവും എല്ലാവരും അറിയുകയും നാണക്കേടായി ഭർത്താവ് അതിൽ കോപിഷ്ഠനായി ഭാര്യയെ പുറത്താക്കിയ ഈ സ്ത്രീയെ അവളുടെ ബന്ധുക്കൾ വേറെ ഒരിടത്ത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു മഠത്തിൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു മഠം നടത്തുന്ന സ്ഥാപനത്തിൽ അങ്ങനെ അഭയം നൽകി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സഹോദരിയാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ആ സഹോദരി ലെറ്ററിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, അവൾ മാനസാന്തരപ്പെട്ട് തൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് എന്നേക്കുമായി ആ പാപത്തെയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുത്തൻ വ്യക്തിയായിട്ട് അവൾ മാറിയിരിക്കുകയാണ്. ഇനി അങ്ങനെ പാപജീവിതം അവൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അവൾ ചെയ്യുകയുമില്ല എന്ന് എഴുത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവൾക്കിനി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭർത്താവ് എന്നോട് ക്ഷമിക്കണമെന്നും അങ്ങനെ ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതം
സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇവൾ ആഗ്രഹിക്കുകയാണ്. ഭർത്താവാണെങ്കിൽ ഈ സംഭവത്തെ തുടർന്ന് പൂർണ്ണമായി ഇവളെ ഉപേക്ഷിക്കുകയും, ഭർത്താവ് മാത്രമല്ല ഭർത്താവും മകനും ഒക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അവളെ കാണുന്നത് ഇഷ്ടമല്ല, അവളെക്കുറിച്ച് അറിയാൻ അവരാഗ്രഹിക്കുന്നില്ല. അങ്ങനെ എന്നേക്കുമായി ആ ബന്ധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആണ് ഭർത്താവും മക്കളും ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ലെറ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സൗകര്യം ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ വീണ്ടും ഒരു കുടുംബജീവിതം ഭർത്താവുമായിട്ട് ഉണ്ടാകുവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, അവൾ പാപത്തെ എല്ലാം ഉപേക്ഷിച്ച് ഒരു പുത്തൻ വ്യക്തിയായി. അപ്പോൾ ഇനി എന്താണ് അവളുടെ ഭാഗത്തുള്ള തടസ്സം? ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എന്താണ് വേണ്ടത്? അപ്പോൾ ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവൾ പാപത്തെല്ലാം ഉപേക്ഷിച്ചു, പശ്ചാത്തപിച്ച് പുത്തൻ വ്യക്തിയായി. പക്ഷേ ചിലപ്പോൾ ഇവളെ പാപത്തിൽ വീഴിപ്പിച്ച ആ സഹോദരൻ അവരിപ്പോഴും ചിലപ്പോൾ ആ പാപത്തിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഇവളുമായിട്ടുള്ള പാപത്തിലല്ലെങ്കിലും വേറെ ആരെങ്കിലുമായിട്ടുള്ള പാപബന്ധനത്തിലായിരിക്കാം അവൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി ഇവൾ പ്രാർത്ഥിക്കണം. അത് അവനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തം കൊണ്ട് അവനെ കഴുകാൻ വേണ്ടി അപേക്ഷിച്ച് ഒരു ധ്യാനത്തിൽ കൂടാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇവർ ഉടനെ തന്നെ അവനെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് ധ്യാനത്തിന് പോകണം എന്നൊക്കെ പറയാനായിട്ട് പോകരുത്. അത് ഈശോയോട് പറഞ്ഞാൽ മതി. നീ അത് പറയണം. പറഞ്ഞു കഴിയുമ്പോൾ ഈശോ അതുപോലെ തന്നെ അത് കേൾക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഇവള് ഈ പാപത്തെല്ലാം ഉപേക്ഷിച്ചു പുതിയ വ്യക്തിയായി തീർന്നു, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടു എന്ന് ഇവളിവിടെ പറയുന്നുണ്ടെങ്കിലും ഈ ലെറ്ററിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് അവൾക്ക് ഉറക്കമില്ല, രണ്ട് അവൾക്ക് അലർജി രോഗങ്ങളെല്ലാം ഉണ്ട്, ചൊറിഞ്ഞു പൊട്ടുന്നു, രക്തത്തിൽ കൗണ്ട് കൂടിയിരിക്കുന്നു, മരുന്നെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കുറവുമില്ല. ഇങ്ങനെ വളരെ വലിയ മാനസികമായ പിരിമുറുക്കവും ഞെരുക്കവും ഇവൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൾ സമാധാനത്തിലേക്ക് ഇവൾ വരണം. ഇവളുടെ മനസ്സ് ഈശോ തരുന്ന സൗഖ്യം ഇവളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന സൗഖ്യം കൂടിയാണ്. അപ്പോൾ ആ സൗഖ്യം ഇവൾ ആദ്യമേ സ്വീകരിക്കണം. ഇവൾ ആ ടെൻഷനിലും പ്രയാസത്തിലുമാണ് അവൾ ഇരിക്കുന്നതെങ്കിൽ രണ്ടാമത് ഇവർ തമ്മിൽ യോജിക്കുമ്പോൾ ഇവളുടെ ആ മനസ്സിലെ സംഘർഷാവസ്ഥയൊക്കെ വീണ്ടും റിലേഷൻഷിപ്പിനെ ബാധിക്കാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈശോ എപ്പോഴാണോ ഭർത്താവിനെ ഒരുക്കി ഇവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അപ്പോൾ ആ ഭർത്താവിനെ സ്വീകരിക്കുവാൻ എല്ലാവിധത്തിലും ഇവൾ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ആ ഒരുങ്ങിയിരിക്കുന്ന ഒരുക്കത്തിൻ്റെ അതിപ്രധാനമായൊരു ഭാഗമാണ് സ്വന്തം മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കുക എന്നത്. അതെങ്ങനെയാണ്? അത് ചെയ്യേണ്ടത് തന്നോട് തന്നെ ക്ഷമിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് തന്നോട് തന്നെ ഒരു വെറുപ്പ് അവൾക്കുണ്ടാകാനിടയുണ്ട്. ഞാനങ്ങനെ ചെയ്തല്ലോ, എൻ്റെ കുട്ടികളെ വഞ്ചിച്ചല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചല്ലോ, ഈ കുറ്റബോധം ഇങ്ങനെ ഇവളുടെ ഉള്ളിൽ വരും. അങ്ങനെ കുറ്റബോധം വരുമ്പോൾ ഇവൾ സ്വാഭാവികമായി ചിന്തിക്കും, ഇത് പശ്ചാത്താപമാണ്, അനുതാപമാണ് എന്നല്ല. കുറ്റബോധം ഒരിക്കലും അനുതാപം ആണെന്ന് നമ്മൾ കാണരുത്. അനുതാപം ദൈവത്തിന് കൃപയിൽ ഒഴുകുന്ന ഒരു കാര്യമാണ്. കുറ്റബോധം നമ്മുടെ ചിന്തയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും
അവൾക്ക് മാപ്പ് കൊടുക്കണം, തന്നോട് തന്നെ ക്ഷമിക്കണം. അതെങ്ങനെയാണ് സാധ്യമാകുക? തന്നോട് തന്നെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ഒന്നാമതായിട്ട് അവൾ അറിഞ്ഞിരിക്കുക, എല്ലാ മനുഷ്യരും ദുർബലരാണ്, ഇവളും ദുർബലയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമ്മളെല്ലാവരും വീണു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്, ബലഹീനരാണ്. അപ്പം അങ്ങനെ ഒരു ബലഹീന പാത്രമാണ് ഞാൻ വീണു പോകുന്നൊരു വ്യക്തിയാണ്. ദൈവം എന്നെ താങ്ങിയത് കൊണ്ടാണ് ആ നിമിഷം വരെ ഞാൻ വീഴാതിരുന്നത്. പക്ഷേ ആ ദൈവകൃപയോട് ഞാൻ അവിശ്വസ്തത പുലർത്തിയത് കൊണ്ടാണ് ഞാൻ വീണു പോയത്. അതുകൊണ്ട് ഞാൻ ഒരു ബലഹീന പാത്രമാണ്. എൻ്റെ കർത്താവ് എന്നെ ആ പാപത്തിൽ വീണു പോകുന്നവരെയും ദൈവം എന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുകയും എപ്പോഴും എനിക്ക് കൃപ തരികയും ഞാൻ പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ആ ദൈവകൃപയോട് എൻ്റെ അറിവില്ലായ്മയുടെ നിമിഷത്തിൽ അങ്ങനെ ഒരു അവിശ്വസ്തത കാണിച്ചപ്പോൾ എനിക്ക് ആ കൃപ ഇത് നിലനിൽക്കാൻ കഴിയാതെ പോയി, ഞാനങ്ങനെ വീണുപോയി. അതുകൊണ്ട് ഈ കാര്യം അംഗീകരിച്ച് നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് വരിക. തന്നെയുമല്ല, ഈശോ ഈ മകളെ സ്നേഹിക്കുന്നു. ഈശോയുടെ മുമ്പിൽ ഈ മകൾ വിലപ്പെട്ടതാണ്. ഈശോ അവളെ കാണുന്നത് അവൾ ചെയ്ത ഒരു തിന്മയുടെ അടിസ്ഥാനത്തിലല്ല. ഈശോ അവളെ കാണുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരു ദൈവപുത്രിയാണ് അവൾ. അങ്ങനെയാണ് ഈശോ കാണുന്നത്. ആ ഈശോ സ്വന്തം രക്തം ഒഴുക്കിയാണ് അവൾക്ക് പാവനം കൊടുത്തത്. അതുകൊണ്ട് ഈശോയ്ക്ക് അവളോട് പറയാനുള്ളത്, നിനക്ക് എൻ്റെ രക്തത്തോളം വിലയുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ജീവനോളം വിലയുണ്ട്, എന്നോളം തന്നെ ഞാൻ നിനക്ക് വില കൽപ്പിക്കുന്നു. അത്രമാത്രം ഇമ്പോർട്ടൻ്റാണ് അവൾ ഈശോയുടെ മുമ്പിൽ. അപ്പോൾ ആ ഈശോയുടെ സ്നേഹം അവൾ മനസ്സിലാക്കുക. 2, ഈശോ പാവം കഴുകിക്കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഇരിപ്പില്ല. അവൾ ഒരു പുത്തൻ സൃഷ്ടിയായി തീരുകയാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും ഇനി എന്നെ വെറുക്കുകയില്ല. ഞാനിനി ഒരിക്കലും എന്നെ പാപത്തോട് ചേർത്ത് വെച്ച് കാണുകയില്ല. ഞാൻ എപ്പോഴും എന്നെ കഴുകിയ യേശുവിനോട് ചേർത്ത് ഞാൻ എന്നെ കാണും. അങ്ങനെ തൻ്റെ നേരെയുള്ള എല്ലാവിധത്തിലുള്ള സ്വയം വെറുപ്പും സ്വയം നിന്ദയും അത് ദൂരെ കളയണം. എന്നിട്ട് ഈശോയിൽ ഞാൻ വിലപിടിപ്പുള്ള വ്യക്തിയാണ്, ഇമ്പോർട്ടൻ്റാണ് എന്ന് മനസ്സിലാക്കാൻ അവൾ തയ്യാറാകണം. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ലയിടയനും ആ നല്ലയിടയൻ്റെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, നാണയം നഷ്ടപ്പെട്ട സ്ത്രീയെ, ഇതിലൂടെയെല്ലാം നീ ഇമ്പോർട്ടൻ്റാണ്, എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് ഈശോ പറയുന്നു. അങ്ങനെ ഈശോ ആലിംഗനം ചെയ്ത് നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആയതുകൊണ്ട് ഇതാ ഈശോ നീ പാപം ചെയ്തിരുന്ന അവസരത്തിൽ പോലും ഈശോയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് മാനസാന്തരം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ ഈശോയെ നീ അറിയുക. ഈശോയെ നീ യഥാർത്ഥത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നേരെയുള്ള മുഴുവൻ വെറുപ്പും നീങ്ങിപ്പോകും. ഈശോയെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ വിലയുള്ള വ്യക്തിയായി നിനക്ക് ബോധ്യപ്പെടും. ഇതേ ഈ സ്ത്രീയിലെ അച്ഛനീ പറഞ്ഞത് സംഭവിക്കേണ്ടതും സംഭവിച്ചതായ കാര്യങ്ങളാണ്. അവിടെ ഉള്ളിൽ സംഭവിച്ചെന്ന് പറയാൻ പറ്റിയല്ല. അല്ല, അവളെ കാരണം അതെല്ലാം ചെയ്തെങ്കിലും ഈ ഇവളിലുള്ള ഇവർക്ക് ഉറക്കമില്ല, ദേഹം മുഴുവനും ചൊറിഞ്ഞ് കടിക്കുന്നു, അലർജി, ഇതെല്ലാം ഈ സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവളെ ഒത്തിരി സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഹീലിംഗ് വേണം. ആ ഹീലിംഗ് അവൾക്ക് കിട്ടാതിന് കാരണം ഈ സ്വയം വെറുപ്പ് കിടപ്പുണ്ട്. പാപം പോലും കിട്ടി, ഞാനങ്ങനെ ചെയ്തല്ലോ എന്നുള്ള വെറുപ്പ് അത് പലരും ശ്രദ്ധിച്ചെന്ന് വരികയില്ല. കാരണം
പാപവാനും കർത്താവിനോട് ക്ഷമിച്ചു എന്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ഓർക്കുമ്പോഴെല്ലാം ഞാനങ്ങനെ ചെയ്തല്ലോ, എൻ്റെ പിള്ളേർക്ക് ഞാൻ അന്യനായല്ലോ എന്നിങ്ങനെ ചിന്തിക്കും തോറും സ്വയം വെറുപ്പിലേക്ക് വരിക. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്വസ്ഥതയില്ലെന്നുള്ള വളരെ വിധത്തിൽ ഉറക്കയില്ല, സ്വസ്ഥതയില്ല. ഇനി അവിടെ ഭർത്താവും കുഞ്ഞുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു തെറ്റ് ചെയ്യരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അല്ല, അതെല്ലാം അവൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ ഇവളുടെ ഉള്ളിൽ ഈ സ്വയം വെറുപ്പെന്നുള്ള കാര്യം എടുത്തു കളയുമ്പോഴാണ് അവൾക്ക് സമാധാനം ഉണ്ടാകും. സമാധാനം കിട്ടും. അപ്പം ആ സമാധാനത്തിൽ അവളായിരിക്കുമ്പോഴാണ് ആ സമാധാനത്തിലേക്ക് അവൾ വരുന്നത് തന്നെ കൃപയുടെ ഒരു പ്രവർത്തനമാണ്. ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും വിലയുള്ളവളാണ് എന്ന ഒരു ബോധം പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഭർത്താവിനും കുട്ടികൾക്കും ഇവളെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അവൾക്കറിയാം അവർക്ക് വലിയ മുറിവുണ്ടായിട്ടുണ്ട്, വേദനയുണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞതുകൊണ്ട് അപമാന ഭാരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭർത്താവിന് ഹീലിംഗ് കിട്ടേണ്ടതായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീലിംഗ് കിട്ടണമെങ്കിൽ അതിന് പറ്റിയ വിധത്തിലുള്ള വചനം കേൾക്കുവാനും ഈശോയുടെ ടച്ച് കിട്ടാനും ഇടയാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മുറിവെല്ലാം ഉണങ്ങണം. ഇവളുടെ ഫസ്റ്റ് കിടക്കുന്നത് ഞാനുമായിട്ട് യോജിക്കണം എന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ അതൊരു സെൽഫിഷ് ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ശരിയായ സ്നേഹത്തിൻ്റെ ഈശോ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമാണ് ഉണ്ടാകുക. സ്നേഹം വരുമ്പോൾ എൻ്റെ ഇഷ്ടം എന്ന പരിഗണന മാറും. എന്നിട്ട് നമ്മൾ നന്മയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് കിട്ടും. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഇവളുടെ ഉള്ളിൽ, ഭർത്താവിൻ്റെ ഉള്ളിൽ ധാരാളം മുറിവ്, കുട്ടിയുടെ ഉള്ളിൽ മുറിവ്, അവമാനഭാരം. ചിലപ്പോൾ പിള്ളേർ തന്നെ ചിന്തിക്കും, ഞങ്ങളുടെ കല്യാണക്കാരുമൊക്കെ വരുമ്പോൾ അമ്മ എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ എന്തു പറയും, അവരെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആകുലതയുടെയും മുറിവിൻ്റെയും വേദനയുടെയും അവർക്ക് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയുടെയും ദയനീയമായ അവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. അതിനാണ് അവർക്കൊരു സൗഖ്യം കിട്ടേണ്ടത്. അപ്പോൾ അതിന് അവൾ ഈശോയോട് പറയണം, കർത്താവേ നീ അവർക്കൊരു സൗഖ്യം കൊടുക്കണം. ഈശോയ്ക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയും. കാരണം യേശു ശിരസ്സായിട്ടുള്ള ഒരു മൗതിക ശരീരമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ശരീരം. അപ്പോൾ യേശു ശിരസ്സും ഈ ഭർത്താവും പിള്ളേരും എല്ലാവരും ആ മൗതിക ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ്. ഈശോയുടെ രക്തം തന്നെയാണ് എല്ലാവരിലൂടെ ഒഴുകുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ഇരുകൂട്ടരും സമന്വയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു മൗതിക ശരീരമായി ചേർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവള് ഭർത്താവിന് സൗഖ്യം കിട്ടാൻ വേണ്ടി ദൈവത്തിന് സ്നേഹം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഈശോയുടെ രക്തം അവരിലേക്ക് കടന്നു ചെന്ന് അവിടെ സൗഖ്യമുണ്ടാകും. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന ബൈബിൾ ഭാഗം എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന് രക്തം വഴി സമീപസ്ഥരായിരിക്കും. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവരിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു യേശുക്രിസ്തുവിലൂടെ അവരെയും ഇവളെയും വീണ്ടും ദൈവപിതാവുമായി രമ്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള വചനഭാഗമാണിത്. അപ്പോൾ ഇത് സംഭവിക്കും. അത്
നടത്തുന്നത് ദൈവമാണ്, ഇവളല്ല. അതുകൊണ്ട് നടത്തുന്നതിനെക്കുറിച്ചുള്ള ഭാരം ഇവളെ തലയിൽ വരേണ്ട ആവശ്യമില്ല. അതൊരു പൂ വിടരുന്ന പോലെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോൾ അതിനുവേണ്ടി ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു ചെടി കൊണ്ട് നട്ടിരിക്കുന്നു, ആ ചെടിയുടെ പൂവുണ്ടാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അല്ല നമ്മൾ ചെടിയുടെ പൂവുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ നമുക്കായിരിക്കാം പ്രഷർ പോലെ. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇത് സംഭവിച്ചോളും. അത് ഇപ്പോൾ തന്നെ അവൾ അറിഞ്ഞിരിക്കുക, യേശു ക്രിസ്തുവിൽ അവർ ഒന്ന് തന്നെയാണ് ഇപ്പോഴും. കാരണം ക്രിസ്തു ആ വ്യക്തിയെ തന്നോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവൾ ഈ ബന്ധത്തെ കാണേണ്ടത് ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ കാണുക. അങ്ങനെ സൂപ്പർ നാച്ചുറൽ ലെവലിൽ കാണുന്ന യാഥാർത്ഥ്യത്തെ പിന്നീട് എക്സ്പീരിയൻസ് ചെയ്യുക. സംഭവിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഈ ബൈബിള് ഞാൻ കാണാതെ പോയി. അപ്പോൾ ഞാനിവിടെ എല്ലാം തപ്പിയ ശേഷം അവസാനം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മേശയുടെ ഒരു മൂലയിൽ ബൈബിൾ ഇരിപ്പുണ്ട്. അപ്പോൾ ബൈബിള് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട്. ഇതുപോലെ ഈ ബന്ധം യേശുവിൻ്റെ ഇഷ്ടമാണ് ഇവർ തമ്മിൽ യോജിച്ച് പോവുക എന്നുള്ളത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തരുതെന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫെയ്ത്തിലൂടെയാണ്. ഫെയ്ത്തിന് മാത്രമേ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ദൈവം തന്ന ഒരു ബ്ലെസ്സിങ്ങിനെ തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആ ഫെയ്ത്ത് വഴി തൊട്ട് അതേ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പിള്ളേരെൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാത്തിനും ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് സമയത്തിന് പോകുന്നതിൽ അതൊരു അനുഭവ തലത്തിലേക്ക് വന്നോളും. പക്ഷേ ഞാനിപ്പോൾ സൂപ്പർ നാച്ചുറൽ ലെവലിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഈ വചനം വായിച്ച്, കർത്താവെ ഞങ്ങളെ നീ നിൻ്റെ ശരീരത്തിലൂടെ ഒന്നാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കണം. അത് ഫെയ്ത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് അർത്ഥം. ആ നന്ദി പ്രാർത്ഥനയിലൂടെ ഇത് ഒരു യാഥാർത്ഥ്യമായി തീരും. അപ്പം ഇരുകൂട്ടരെയും വേർതിരിക്കുന്ന മതിലുകൾ ഈശോ തൻ്റെ കുരിശിലെ ബലിയിലൂടെ തകർത്തു. ഇതവർ വിശ്വസിക്കണം. വിശ്വസിച്ച് തൻ്റെ കുരിശിലെ ബലിയിലൂടെ ഇവരെ ഒന്നാക്കി തീർക്കുന്നു. ഇത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുക. അത് ഇപ്പം നമ്മളിവിടെ ഒരു കട്ടണിട്ടിരിക്കുന്നു, ജെയിംസ് കുട്ടി അപ്പുറത്തിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. നമ്മൾ അടുത്തടുത്തന്നെ നിൽക്കുന്നത്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ആ കാഴ്ച എന്ന് പറയുന്നത് ഫെയ്ത്തിൻ്റെ കാഴ്ചയാണ്. ഫെയ്ത്തിലാണ് കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഫെയ്ത്തിലാണ്. അപ്പോൾ ആ ഫെയ്ത്തിൽ അവൾ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഫെയ്ത്തിൽ കണ്ടതാണ് പിന്നീട് ബാഹ്യ കണ്ണുകൊണ്ട് കാണാൻ ഇടയാകുന്നത്. വേർതിരിക്കുന്ന മതില് അല്ലെങ്കിൽ ആ കർട്ടൻ ഇല്ലാതായിത്തീരും. അപ്പം അങ്ങനെ കണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് ഇപ്പം തന്നെ മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. പ്രിയ സഹോദരി, നിങ്ങളുടെ ഏറ്റവും വേദന നിറഞ്ഞ സങ്കീർണമായ ഈ കത്തിനെ വളരെ മനോഹരമായിട്ടും എന്നാൽ വചനത്തിലൂടെയും വിശ്വാസപരമായും എപ്രകാരമായിരിക്കണം എന്ന് അച്ഛൻ മറുപടി നൽകുകയുണ്ടായി. ഇനിയും വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ വേർതിരിക്കുന്ന മതിലുകൾ കർത്താവ് തകർക്കുകയും നിങ്ങളെ ഒന്നാക്കുകയും ചെയ്തു. പിന്നെ സഹോദരി, ഒരു കാരണവശാലും പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. സഹോദരി തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ. അതുപോലെ തന്നെ മലാക്കി പ്രവാചകനിൽ പറയുന്നുണ്ട്, നിൻ്റെ പാപം ചുരുട്ടിക്കൂട്ടി ഞാൻ ആഴിയുടെ ആഴങ്ങളിൽ എറിഞ്ഞു, ഞാനിത് ഓർക്കില്ല. വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയും കുറ്റബോധവും നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് പനക്കലശൻ പറഞ്ഞത്. അതുകൊണ്ട് അതെല്ലാം മാറ്റി ഇനിയും യേശുവിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹവും നിങ്ങളെല്ലാവരും തമ്മിൽ ഒരുമിച്ചാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കാത്തിരിക്കുക, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ സബലീകൃതമാകട്ടെ. പിന്നീട് അച്ഛൻ വേറെ കാര്യമുണ്ട്, അവർ ഭർത്താവിൻ്റെയും മോൻ്റെയും കോൺവെൻറ്റിലെയും നമ്പർ തന്നിട്ടുണ്ട്. അച്ഛനെ അവരെ വിളിച്ച് അവർ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും അച്ഛാ? തീർച്ചയായും ചെയ്യാം. സഹോദരി വിഷമിക്കേണ്ട. സഹോദരി തന്നിരിക്കുന്ന ആ ഫോൺ നമ്പറിലെ ഭർത്താവിനെയും
കോൺവെൻറ്റിലും വിളിക്കും. മകനെ വിളിക്കാൻ പറ്റുന്നെങ്കിൽ അച്ഛൻ വിളിക്കും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അച്ഛൻ വിളിക്കുമ്പോൾ അത് ക്രമീകരിക്കപ്പെടുവാൻ ഇട നൽകട്ടെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അച്ഛാ, ഇതുപോലെ സമാനതയുള്ള ഒത്തിരി ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങളുമുള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി അച്ഛനെ ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹിതയായ കർത്താവേ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും പല കാരണങ്ങളാലും പല രീതിയിലും ഭാര്യാഭർത്താക്കന്മാർ ദൈവം യോജിപ്പിച്ച ജീവിതങ്ങൾ അകന്നു കഴിയുന്നുണ്ട്. അവരെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അവരൊന്നാണ്. യേശു ശിരസ്സായിട്ടുള്ള ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും. അതിനാൽ ഈ യാഥാർത്ഥ്യം, വിശ്വാസം കൊണ്ട് കാണുന്ന ഈ യാഥാർത്ഥ്യം ബാഹ്യകണങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം സംഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇത്തരം വ്യക്തികളിലേക്ക് പ്രത്യേകമായ വിധത്തിൽ ഒരു അഭിഷേകമായി അയച്ച് ഈ ബന്ധത്തെ പുനഃസ്ഥാപിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ സങ്കീർണമായ ഈ കത്തിന് നല്ല രീതിയിലുള്ള ഒരു മറുപടി നൽകിയ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങൾ കത്തുകൾ അയയ്ക്കുക. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ഇതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എല്ലാ കത്തുകളും ഞങ്ങൾ നോക്കുകയും അച്ഛൻ വായിക്കുകയും അതിന് തിരഞ്ഞെടുത്ത ഒരു കത്തിന് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും മറ്റൊരു കത്തുവുമായി നമുക്ക് ബഹുമാനപ്പെട്ട പനക്കലച്ചനോടൊപ്പം ഒന്നിച്ചു ചേരാം. അതേവരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.